മുന്നണിയെ വിശ്വാസത്തിലെടുക്കണം. പക്ഷേ വിശ്വാസത്തിൽ എടുക്കാനായി അത്രയ്ക്കങ്ങോട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ മുഖ്യമന്ത്രി തീരുമാനിച്ചു, അത് മുന്നണിയിൽ വന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കും, മുന്നണി അനുസരിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ LDFന്റെ പോക്ക് എന്നതാണ് ഇന്നത്തെ യോഗം കൂടി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കുടിവെള്ള പ്രശ്നത്തിൽ ആശങ്ക വേണ്ട എന്ന് MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം തന്നെ ബിനോയ് വിശ്വം ഇപ്പുറത്ത് തൊട്ടടുത്ത ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നു, എലപ്പുള്ളി മാറ്റി മറ്റൊരു സ്ഥലം പരിഗണിച്ചുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് പോലും ഈ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്, മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് എന്ന് കണിശമായി മുഖ്യമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഈ തിരുത്തൽ ശക്തിയാകാൻ മറ്റൊരു ഘടകകക്ഷിക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു ഘടകകക്ഷി ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു യോഗം വിളിക്കുന്നത് വരെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ CPIയുടെ ആസ്ഥാനത്ത് വന്ന് ഒരു യോഗം നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തിരുത്തലിന് മറ്റാർക്കും കഴിയാത്തവണ്ണം അവിടെ മുഖ്യമന്ത്രിയും CPIഎമ്മും തീരുമാനമെടുക്കുന്ന ഡിസിഷൻ മേക്കേഴ്സായി മാറുന്നു എന്നുള്ളത് ഈ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ എക്സൈസ് മന്ത്രി ഒരു ഭാഗത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം ഒക്കെ നടത്തി, അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെ കൃത്യമായ കണക്കുകൾ പറഞ്ഞ് പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ LDFും UDFും തമ്മിൽ നടക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസും CPIഎമ്മും തമ്മിൽ നടക്കുന്നു. അവിടെ CPIയുടെ ബിനോയ് വിശ്വം ചെന്ന് വിട്ടിരിക്കുന്നത് വലിയൊരു ഊരാക്കുടുക്കിലാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ എന്തിനാണ് നിങ്ങൾ ഈ LDF യോഗത്തിന് പോകുന്നത് എന്ന് ബിനോയ് വിശ്വത്തോട് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാഷ്ട്രീയം പറയാൻ CPIയുടെ താഴെത്തട്ടിലുള്ളവർക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദ്വൈവാരികയിൽ അദ്ദേഹത്തിന്റെ കത്തൊക്കെ വന്ന ദിവസമാണ്. പക്ഷേ മുന്നണി യോഗത്തിൽ പോയി അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം എന്താണ്, മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പോയി പറയുന്ന ആ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്ന ഒരു കാര്യം ഈ വിഷയത്തോടു കൂടി ചർച്ചയാവുകയാണ്. അപ്പോൾ CPIഎം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഘടകകക്ഷിയായി CPI മാറിയോ? കാരണം നേരത്തെ CPI അങ്ങനെ ആയിരുന്നില്ലല്ലോ. തിരുത്തലുകൾ വരുത്താൻ കാനം രാജേന്ദ്രനൊക്കെ കഴിഞ്ഞിരുന്നു, മുൻഗാമികൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ പറയുന്നതും കേട്ട് തിരിച്ച് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബിനോയ് വിശ്വവും CPIയും എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ചും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അനുമതികൾ നൽകേണ്ട വകുപ്പിന്റെ മന്ത്രിമാരടക്കം പങ്കെടുത്ത മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അവിടെ ഒരു വിയോജിപ്പ് മന്ത്രിമാർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് കൂടി വ്യക്തമാവുകയാണ്. അല്ലാതെ പെട്ടെന്ന് വന്ന് അടിച്ചേൽപ്പിച്ച ഒരു തീരുമാനമൊന്നുമല്ലല്ലോ. ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഫൈനലാക്കുന്നത് മന്ത്രിസഭാ യോഗത്തിലാണ്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് CPIയുടെ മന്ത്രിമാർ മിണ്ടാതിരുന്നു? അല്ലെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ച് പഠിക്കാതെ പോയിരുന്നിട്ട് വരികയായിരുന്നു? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നതിലും ഒരു കാര്യമില്ലേ? അതുകൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. ഈ വൈകി വന്ന, അതായത് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്ന യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് വേണോ എന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോഴൊരു കുഞ്ഞ് വേണോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുന്നതിന് വരെ കുഞ്ഞുണ്ടായതിനു ശേഷമാണ് കുഞ്ഞിനെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് എന്ന മട്ടിലാണ് എലപ്പുള്ളിയിലെ ഈ വിഷയം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. CPIഎം നേതൃത്വവുമായി ചർച്ച നടത്തണം എന്ന് ബിനോയ് വിശ്വത്തെ CPIയുടെ നിർവാഹക സമിതി ചുമതലപ്പെടുത്തിയതാണ്. അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് പാർട്ടി സമ്മേളനങ്ങളിൽ തിരക്കായതുകൊണ്ട് ആ സംഭാഷണം നടന്നില്ല എന്നതാണ്. ആ ന്യായീകരണം അടക്കം പൊളിയുകയാണ്. കാരണം പാർട്ടിക്കുള്ളിൽ ബിനോയ് വിശ്വം എന്ന പാർട്ടി സെക്രട്ടറിയുടെ കരുത്ത് ചോരുന്നു എന്നുള്ളത് കൂടി ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഈ മുന്നണിക്കുള്ളിൽ ആ ഒരു കാര്യത്തിൽ CPIക്ക് അത് സാധിക്കുന്നില്ല. CPIക്ക് നമ്മൾ വ്യവസായ സൗഹൃദമൊക്കെയാണ്. അതെ, CPIഎമ്മിന് ഈസ് ഓഫ് ഡൂയിങ് ഉണ്ട്, CPIക്ക് ആ ഒരു ഈസ് ഓഫ് ഡൂയിങ് ഇല്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ വെള്ളത്തിന്റെ കാര്യം, വെള്ളമാണല്ലോ ഇവിടുത്തെ പ്രശ്നം. വെള്ളത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഡിസ്റ്റിലേഷൻ ആൻഡ് ബ്രൂവറി യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒയാസിസ് ഗ്രൂപ്പ്, മധ്യപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള ഒയാസിസ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഈ ഫാക്ടറി സൃഷ്ടിക്കാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് പുറത്ത് നടക്കുന്ന ചർച്ച. അത് മുന്നണി യോഗത്തിലേക്ക് ഇന്നാണ് ചർച്ചയ്ക്ക് വരുന്നത്. ഇതിനു മുൻപ് പരിഗണിച്ചു പോയിട്ടുണ്ട്, എങ്കിലും പൂർണ്ണ തോതിൽ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച നടക്കുന്നത് ഇന്നത്തെ യോഗത്തിലാണ്. അപ്പോൾ അവിടുത്തെ ജലത്തിന്റെ ഉപയോഗം, ഗുണനിലവാരം, മണ്ണ് മലിനീകരണം, വായു മലിനീകരണം, ഈ പ്രോജക്റ്റ് വരുമ്പോൾ ചർച്ചയാകേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. അതേക്കുറിച്ച് ഇപ്പോഴാണോ ചർച്ച ചെയ്യുന്നത് എന്നതാണ് LDF ഈ ചർച്ച ചെയ്യുമ്പോഴേക്കും പരിഹാസത്തോടെ ജനങ്ങൾ പുറത്തിരുന്ന് ചോദിക്കുക എന്നുള്ള ഒരു വാസ്തവം കൂടി അവിടെയുണ്ട്. ഉൽപാദന ശേഷി എത്രയാണ്? ആ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് നമുക്ക് ആ എഥനോൾ പ്ലാന്റിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സർക്കാർ ഇറക്കിയ അന്നത്തെ ആ വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വരി മാത്രമാണ് ഇതിന്റെ ഉൽപാദന ശേഷി സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ പബ്ലിക് ഡൊമൈനിലുള്ള ഏക കാര്യമെന്ന് പറയുന്നത്. ശരിക്കും അവർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ഒരു ദിവസം 5 ലക്ഷം ലിറ്ററാണ്. ഒരു ദിവസം 5 ലക്ഷം ലിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ പോകുമ്പോൾ എവിടെ നിന്നാണ് അതിനുള്ള വെള്ളം? ഇത്രമാത്രം വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന മഴവെള്ള സംഭരണിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് ഇപ്പോൾ 1 ലിറ്റർ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് 33 ലിറ്റർ, ഇതിന്റെ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദ ബെവറേജ് ഇൻഡസ്ട്രി എൻവയോൺമെന്റൽ റൗണ്ട് ടേബിൾ അനുസരിച്ച് ആ കണക്കിൽ പറയുന്നത് 1 ലിറ്റർ സ്പിരിറ്റ് അല്ലെങ്കിൽ മദ്യം നിർമ്മിക്കുന്നതിന് 33 ലിറ്റർ വെള്ളം വേണം. ഈ പ്ലാന്റ് തണുപ്പിക്കാൻ ആവശ്യമുള്ള വെള്ളത്തിന്റെ അളവ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 1 ലിറ്റർ സ്പിരിറ്റിന് 10.9 ലിറ്റർ എന്ന രീതിയിലാണ് ആ ഒരു അനുപാതം വരുന്നത്. ഈ സ്കോച്ച് വിസ്കി അസോസിയേഷൻ ഉണ്ട്, അതിന്റെ ജല ഉപയോഗത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച്
ജലത്തിന്റെ കാര്യക്ഷമത 29% മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ 1 ലിറ്റർ മദ്യത്തിന് 30 എന്നുള്ളതാണ് റഫായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റായി ഈ പഠന റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ ചിറ്റൂരിലെ എലപ്പുള്ളിയിലുള്ള ഈ ഡിസ്റ്റിലറിക്ക് 4000 ക്യൂബിക് മീറ്റർ, അതായത് 1 ക്യൂബ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അപ്പോൾ പ്രതിദിനം 40 ലക്ഷം ലിറ്ററിന് തുല്യമായിട്ടുള്ള ശുദ്ധജല ആവശ്യം വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വാർഷിക ആവശ്യം എന്ന് പറയുന്നത് 1.4 ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ കൊക്കക്കോള മുമ്പെടുത്തിരുന്നത് എത്രയാണ്? എന്തിനാണ് കൊക്കക്കോളയ്ക്കെതിരെ സമരം വന്നത്? കൊക്കക്കോള എടുത്തിരുന്നത് പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ആ കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ 8 ഇരട്ടി വെള്ളം ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത്രയും വെള്ളം ഏത് മഴവെള്ള സംഭരണിയിൽ നിന്നാണ് അവർ താങ്ങി നിർത്തി ഉപയോഗിക്കാൻ പോകുന്നത്? അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിശദീകരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. ഈ പ്രായോഗിക പരിമിതികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ അകലെ കഞ്ചിക്കോട്ടുള്ള കിൻഫ്രയുടെ വെള്ളവും പകരം ഉപയോഗിക്കാം, കിൻഫ്രയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കിൻഫ്രയുടെ മൊത്തം സംഭരണ ശേഷി എന്ന് പറയുന്നത് 3.7 മില്യൺ ക്യൂബ് മീറ്റർ MCM ആണ്. ഒയാസിസിന് ആവശ്യമുള്ളത് 1.5 ആണ്. പിന്നെ 10,000 വീടുകളിലേക്ക് ജലവിതരണത്തിനുള്ള പണി, പൈപ്പ് പൂർത്തിയാക്കൽ നടന്നിട്ടില്ല, നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ജലവിതരണത്തിനുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഈ വെള്ളം അവിടെ ഒരു പ്രശ്നമായി നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒയാസിസിന്റെ പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് 24 ഏക്കറിൽ 5 ഏക്കർ മഴവെള്ള സംഭരണത്തിന് ഉപയോഗിക്കും. അപ്പോൾ 4047 സ്ക്വയർ മീറ്റർ, അതാണല്ലോ ഈ 1 ഏക്കർ എന്ന് പറയുന്നത്. അപ്പോൾ 1 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ചിറ്റൂർ മേഖലയിലെ മഴയുടെ അളവ് കൂടി ഞാൻ പറയാം, പ്രേക്ഷകർക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ 1 സ്ക്വയർ മീറ്ററിൽ ചിറ്റൂർ മേഖലയിൽ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഒരു വർഷം പെയ്ത ശരാശരി മഴയുടെ അളവെന്ന് പറയുന്നത് 1600 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 5 ഏക്കർ എന്ന് പറയുമ്പോൾ 20,235 ചതുരശ്ര മീറ്റർ. 5 ഏക്കറിൽ ആകെ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് 33,574 ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ കിൻഫ്രയിൽ നിന്ന് എടുക്കാൻ പോകുന്നതിൻ്റെ 2.2% മാത്രമാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ പെയ്യാൻ സാധ്യതയുള്ള മഴ എന്ന് പറയുന്നത് ഇവരുടെ വാർഷിക ആവശ്യവുമായിട്ട് ഒരു തരത്തിലും മാച്ച് ചെയ്യില്ല. അവിടെ പെയ്ത മഴയുടെ കണക്കനുസരിച്ചാണ്. പാലക്കാടിൻ്റെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അത്രയും മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ ഈ സംഭരണി വെച്ചുള്ള ഈ വെള്ള ഉപയോഗം എന്ന് പറയുന്നത് നടക്കുകയുള്ളൂ. അപ്പോൾ മന്ത്രി ഈ വാദമാണ്, ഒയാസിസിന്റെ വാദം ആവർത്തിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല 10-14 മാസമായി ഈ അപേക്ഷ ലഭിച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എത്ര ലിറ്റർ വെള്ളം ആവശ്യമുണ്ടാകുമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ മന്ത്രി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ആ വെള്ളം ലഭ്യമാക്കാൻ സാധിക്കുമോ എന്നുള്ളത്, അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതക്കുറവുണ്ട് എന്ന കാര്യം അവിടെ അവശേഷിക്കുന്നു എന്നതാണ്. ഇതിൽ മുന്നണിയെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല, എടുക്കേണ്ടതാണ്. ഈ മഴവെള്ള സംഭരണിയുടെ കാര്യത്തിൽ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വിസ്മയ പാർക്കിൽ ഈ മഴവെള്ള സംഭരണി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കൊന്ന് 8 കോടി ലിറ്ററോ മറ്റോ ആണ് അവിടെ മഴവെള്ള സംഭരണി നിർമ്മിച്ചിരിക്കുന്നത്. 1.5 ഏക്കർ 1.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ മറ്റുമാണ് മഴവെള്ള സംഭരണി തീർത്തിരിക്കുന്നത്. ഇവിടേത് 5 ഏക്കറിലാണ് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 മടങ്ങ് 4 മടങ്ങോളം അധികം ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ 3.5 ലക്ഷം ലിറ്റർ വിസ്മയ പാർക്കിൽ മഴവെള്ള സംഭരണിയിൽ നിന്ന് ഒരു ദിവസം വെള്ളം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് CPMന്റെ കണക്ക്. ആ രീതിയിൽ മഴവെള്ള സംഭരണി ഇവിടെ വന്നാൽ സാധിക്കും എന്നുള്ളതായിരിക്കും CPMന്റെ കണക്ക്. ബാക്കി വെള്ളം കിൻഫ്രയിൽ നിന്ന് വ്യാവസായികാടിസ്ഥാനത്തിൽ കൊടുക്കാം എന്നുള്ളതാണ്. Meet the editors.